മഴത്തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്രതീക്ഷിതമായി ശരണ്യ അലീനയെ കണ്ടതോടെ പകച്ചു നിന്നുപോയി. താൻ ഇവിടുന്ന് പോയാലും കൂടെ കൂടെ വരികയും കാണുകയും ചെയ്യുമെന്നൊക്കെ വാക്കു പറഞ്ഞിട്ടാണ് അലീന പോയതെങ്കിലും ഇപ്പോൾ ദീർഘനാളിന് ശേഷമുള്ളൊരു സന്ദർശനമാണ്. അതിൻ്റെ പരിഭവവും പിണക്കവും എല്ലാം ശരണ്യയുടെ മുഖത്ത് നിഴലിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീനയെ കണ്ടതിന് ശേഷം അവൾ മുൻപോട്ട് ഒരു ചുവട് പോലും വച്ചില്ല. നിന്ന സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒടുവിൽ ശരണ്യ നിന്ന സ്ഥലത്തേക്ക് അലീന എത്തുകയാണ്. എന്നിട്ട് ചോദിക്കുക, ഇതൊരു കള്ളപ്പിണക്കമാണല്ലോടി. ശരിക്കുമുള്ള പിണക്കമായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഓടിപ്പോയി മുറിയിൽ കയറി വാതിലടച്ചിരുന്നേനെ. അലീന അവരുടെ തൊട്ട് മുമ്പിൽ ചെന്ന് നിന്നു. താടിത്തുമ്പിൽ പിടിച്ച് കുനിഞ്ഞ മുഖമുയർത്തി. അപ്പോൾ അവൾ പറയുകയാണ്, വേണ്ട, എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. ശരണ്യ സങ്കടത്തിൽ വിതുമ്പുവാൻ തുടങ്ങി. അപ്പോൾ അലീന പറയുകയാണ്, ഇങ്ങനൊന്നും അല്ല പെണ്ണെ കൊഞ്ചുന്നത്, അതും പഠിച്ചില്ലേ നീ ഇതുവരെ. അലീന അവളുടെ ദുർബലമായ വിസമ്മതത്തെ മറികടന്ന് തോളത്തൂടെ കൈയിട്ട് മെല്ലെ ആശ്ലേഷിച്ചു. ശരണ്യ പിണക്കമെല്ലാം ഉപേക്ഷിച്ചൊരു തേങ്ങലോടെ ആ സ്നേഹാലിംഗനത്തിൽ അലിഞ്ഞു ചേർന്ന് നിന്നു. അലീനയുടെ തോളത്ത് ഏതാനും തുള്ളി കണ്ണുനീർ വീണു. ഉടനെ അലീന പറയുകയാണ്, മതി മതി, ടിക്കറ്റ് എടുക്കാതെ ആരൊക്കെയോ ഈ സീൻ കാണുന്നുണ്ട്. സ്ഥലകാലബോധം വന്ന ശരണ്യ പെട്ടെന്ന് ആലിംഗനത്തിൽ നിന്നും സ്വയം അടർത്തിയെടുത്ത് ചുറ്റുപാടുകളിൽ നോക്കി. പല വീടുകളുടെയും മുറ്റത്തു നിന്ന് ആളുകൾ അവിടേക്ക് നോക്കുന്നുണ്ട്. ശരണ്യ മിഴി തുടച്ചിട്ട് ചോദിക്കുകയാണ്, അലീന ചേച്ചി വന്ന വിവരം ഇത്ര പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞോ? അപ്പോൾ അലീന, അതെ അതെ, ഞാൻ വന്ന വിവരം ചെണ്ട കൊട്ടി വിളിച്ചു പറഞ്ഞ് നോട്ടീസും പറപ്പിച്ചോണ്ടാ വന്നത്. തുടർന്ന് അവൾ ശരണ്യയുടെ മുഖവും തോളും താടിയലും ഒക്കെ പിടിച്ചു നോക്കി. എന്നിട്ട് പറയുകയാ, നിനക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ. അലീന ചേച്ചിക്കാ മാറ്റം വന്നത്. പൊക്കവും വെച്ചു, വണ്ണവും വെച്ചു. എങ്ങനെയാ അലീന ചേച്ചിക്ക് ഇത്രയും നിറം കിട്ടിയത്? അതിന് അലീന, ഞാൻ എന്നും ബ്യൂട്ടി പാർലറിൽ പോവും. ചുമ്മാ നോണ പറയുക. നീ എന്നോട് കയറിയിരിക്കാൻ പോലും ഒന്നും പറയുന്നില്ലല്ലോ. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവും പിന്നെ ഇല്ല, ഒന്നും തരുന്നില്ല. ഇത്രയും നാളായിട്ടും ഒരു തവണ പോലും ഇവിടെ ഒന്നും വന്നില്ലല്ലോ. ഞാൻ ഇവിടുന്ന് പോയിട്ടിപ്പോൾ ആദ്യമായിട്ടാണ് ഈ പാലായിലോട്ട് വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇവിടേക്കും വന്നില്ലേ? അല്ല ചേച്ചി, ഈ കുളത്തുപ്പുഴയെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ദൂരെയാണോ? ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ദൂരമുണ്ട്. അതെങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നാ ഇപ്പോഴത്തെ എൻ്റെ ആലോചന. ആഹാ, ഇതെന്താ കടങ്കഥയാണോ? ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് ദൂരമുണ്ടത്രേ. ഒരു ബസ്സിൽ കയറിപ്പോയാൽ എന്തുമാത്രം ദൂരം വരുമെന്നാണ് ഞാൻ ചോദിച്ചത്. രോഹിത് ഏട്ടനോട് ചോദിക്കുമ്പോഴും ശരിക്കും അറിയത്തില്ല എന്ന് പറയും. എടീ, രോഹിത് ഇവിടെയൊക്കെ വരാറുണ്ടായിരുന്നോ? മാസത്തിൽ 2-3 തവണയൊക്കെ വരും. അപ്പോൾ എന്നോട് പറയും അലീന ചേച്ചി കുളത്തുപുഴയിൽ സുഖമായിട്ടിരിക്കുന്നെന്നൊക്കെ. ഞാൻ നിന്നെ തിരക്കിന്ന് പറയാറില്ലേ, അതും പറയും. എനിക്ക് എൻട്രൻസിൻ്റെ കോച്ചിങ് എല്ലാം ഏർപ്പാടാക്കി തന്നത് രോഹിത് ഏട്ടനാ. ഫീസ് എല്ലാം രോഹിത് ഏട്ടൻ തന്നെ കൊടുത്തു. ഒക്കെ അലീന ചേച്ചി പറഞ്ഞിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എടി മോളെ, ഞാൻ പറഞ്ഞില്ലെങ്കിലും അവൻ ചെയ്യും. അവൻ അങ്ങനത്തെ കുട്ടിയാണ്. അലീന ചേച്ചി ഇപ്പോൾ ശരിക്കും എവിടെയാ? കുളത്തുപുഴയിൽ എന്താ ചേച്ചിയുടെ ജോലി? നല്ല ശമ്പളവും നല്ല ജോലിയുമൊക്കെയാണോ? സത്യം പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ, എനിക്കവിടെ ഒരു ജോലിയുമില്ല. ഒരു ജോലിയില്ലെന്നോ? പിന്നെങ്ങനെ ജീവിക്കുന്നേ? അവിടെ ഞാൻ എൻ്റെ പപ്പയുടെ കൂടെയാ. പപ്പയോ? അലീന ചേച്ചിക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞിരുന്നത്? ആ, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരത്ഭുതം നടന്നു. ഞാനും എൻ്റെ പപ്പയും തമ്മിൽ കണ്ടുമുട്ടി. ഞങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞു. ശരണ്യ കണ്ണുമിഴിച്ചിരിക്കുകയാണ്. അലീന ചേച്ചി തന്നെ കളിപ്പിക്കുകയാണോ എന്നവൾക്കൊരു സംശയം. അവൾ ചോദിക്കുകയാണ്, സത്യമാണോ ചേച്ചി? ഈ കാണുന്ന പകൽ പോലെ ഞാൻ പറയുന്നത് സത്യമാണ്. എങ്ങനെ കണ്ടുമുട്ടി? എവിടെ വെച്ച്? എങ്ങനെ തിരിച്ചറിഞ്ഞു? നിനക്ക് കേൾക്കണമെങ്കിൽ ഞാൻ പറയാം. യോ, കേൾക്കണമെന്നോ? എനിക്കിനി അത് മാത്രം കേട്ടാൽ മതി. ശരണ്യ അലീനയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വീടിൻ്റെ വരാന്തയിലേക്ക് കയറി. ഈ സമയത്ത് ഷാജി ആപ്പ ഓട്ടോറിക്ഷ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് കൈ കഴുകി അടുക്കളയിലേക്ക് കയറി. ഒരു കുരണ്ടി കാലുകൊണ്ട് തട്ടി നിരക്കിയ ശേഷം അതിന്മേൽ ഊണ് കഴിക്കാനിരുന്നു. ഊണ് വിളമ്പുന്നതിനിടയിൽ ഷാജിയുടെ അമ്മ പറയുന്നുണ്ട്, മറ്റേ പെങ്കൊച്ചു വന്നിട്ടുണ്ട്. ഏതു പെങ്കൊച്ച്? അപ്പുറത്തെ ശ്രീലതയുടെ മോളില്ലേ, അതിനെ കാണാൻ. ഓ, ഞാനതിൻ്റെ പേരങ്ങും മറന്നു, എന്തോന്നാന്നാ. അപ്പോഴേക്കും മുറ്റത്ത് നിന്ന് വിളിയൊച്ച കേട്ടു. ഷാജി ചേട്ടനുണ്ടോ ഇവിടെ? ഷാജി കാതോർത്തു. എവിടെയോ കേട്ടു മറന്ന സ്വരം. ഷാജി ചോറിലേക്ക് കൈയിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോഴേക്കും ആളകത്തേക്ക് വന്നു കഴിഞ്ഞു. ഷാജി ചേട്ടൻ എഴുന്നേൽക്കണ്ട, അവിടെ ഇരുന്നു. അവൻ തല ഉയർത്തി നോക്കി. മുൻപിൽ അലീന. ഷാജി കണ്ണുമയ്ക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളവുമായി പാലാ മാർക്കറ്റിൽ നിന്നും അരിയും സാധനങ്ങളും വാങ്ങി അവൻ്റെ ഓട്ടോയും വിളിച്ച് അതിൽ കയറ്റി അനാഥാലയങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്ന പെണ്ണ്. അവൻ അവളോട് ഓട്ടോ ചാർജ് തീരെ കുറച്ചു മാത്രമേ വാങ്ങിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഷാജി ചേട്ടൻ്റെ ഓട്ടോ വിളിക്കില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോകാറുണ്ടായിരുന്ന പെണ്ണ്. പിന്നെ ഇതുപോലൊരു ഉച്ചനേരത്ത് അക്രമാസക്തമായൊരു പുരുഷാരത്തിൻ്റെ നടുവിൽ അടിമുടി മണ്ണെണ്ണയിൽ കുളിച്ച് ഇവൾക്കും മരണത്തിനുമിടയിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി മാത്രം ശേഷിക്കെ. ഷാജിച്ചേട്ടൻ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? എന്നെ മനസ്സിലായില്ലേ?
പെട്ടെന്ന് ഷാജി ഓർമ്മയിൽ നിന്നും പിൻവാങ്ങി. അവൻ ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞോ? എൻ്റെയോ? അതും ഷാജി ചേട്ടനെ ക്ഷണിക്കാതെയോ? എൻ്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ഇരിക്കുന്നത്. അല്ല, ആകെ ഒരു മാറ്റം, കഴുത്തിലും കാതിലുമൊക്കെ സ്വർണം. പെണ്ണല്ലേ, ഇത്തിരി പൊന്നൊക്കെ വേണ്ടേ ഷാജി ചേട്ടാ? അല്ല പിന്നെ എന്തു പറ്റി ഈ വഴിയൊക്കെ വരണമെന്ന് തോന്നാൻ? ഇവിടുന്ന് പോയിട്ട് ഇപ്പോഴാണ് വരാനൊത്തത്. ഇടയ്ക്ക് അവൾ ഷാജിയുടെ അമ്മയോട് ചോദിക്കുകയാണ്, ഇവിടെ പ്ലേറ്റ് ഇല്ലേ അമ്മേ, ഒരെണ്ണം കൂടെ എടുക്കാൻ? ഉണ്ടല്ലോ മോളെ. പിന്നെന്താ എടുക്കാത്തേ, ചോറില്ലേ? ഷാജിയുടെ അമ്മ ഒരു നിമിഷം അന്തം വിട്ടിരുന്നു. പിന്നെ പ്ലേറ്റ് എടുത്ത് കഴുകി ചോറ് വിളമ്പി. അപ്പോൾ അലീന പറയുകയാണ്, അരത്തവി മതി കേട്ടോ, ഒരു ഓർമ്മ പുതുക്കാനാ. ഇവിടെ വന്ന് വയറ് നിറച്ചുണ്ടിട്ട് ചെന്നാൽ ശരണ്യ എന്നെ കൊല്ലും. അവളവിടെ മുട്ടയൊക്കെ മേടിച്ച് പൊരിക്കുന്നുണ്ട്. അലീന തനിക്ക് കിട്ടിയ പ്ലേറ്റിലെ ചോറിൽ പാതിയും തിരികെ എടുപ്പിച്ചു. അത് കണ്ടുകൊണ്ട് സരസമ്മ പരിഭവം പറയുകയാണ്, ഇതിനാണോ മോൾ എന്നെ കൊണ്ട് വിളമ്പിച്ചത്? അതിന് ഒരു ചെറിയ മന്ദഹാസത്തോടുകൂടി വീണ്ടും അലീന ചോദിക്കുകയാണ്, ഷായിച്ചേട്ടൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നല്ലോ, സബിത, എന്തിയെ, കെട്ടിച്ചു വിട്ടോ? അത് കേട്ടപ്പോൾ ഷാജിക്ക് അതിശയം. അവൻ ചോദിക്കുകയാണ്, അവളുടെ പേരൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ? ഉടനെ സരസമ്മ പറയുകയാണ്, കെട്ടിച്ചൊന്നുമില്ല കുഞ്ഞെ, അവളൊരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയിരിക്കുകയാണ്. അല്ല, ഷായിച്ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തത്? എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല, 10-20 വർഷം കഴിഞ്ഞാലും എനിക്ക് പെണ്ണ് കിട്ടും, സ്മാർട്ടല്ലേ ഞാൻ? ഷാജി ചിരിച്ചു. എൻ്റെ കുഞ്ഞെ അവളെ ഇറക്കി വിട്ടിട്ട് വേണം ഇവൻ്റെ കല്യാണം നടത്താൻ. അല്ല, ആലോചനയൊക്കെ ഉണ്ടോ? ആലോചിച്ചാൽ മാത്രം പോരല്ലോ, എല്ലാവർക്കും പെണ്ണിനെ അല്ലല്ലോ വേണ്ടത്, സ്ത്രീധനമല്ലേ? ഇവൻ ഒരുത്തൻ വണ്ടി ഓടിച്ച് കിട്ടണ പൈസ കൊണ്ടാണ് ചെലവ് കഴിഞ്ഞു പോകുന്നത്, അതിനിടയ്ക്ക് പൊന്നും പണവും. അത് കേട്ടപാടെ ഷാജി പെട്ടെന്ന് അമ്മയെ ശാസിച്ചുകൊണ്ട് പറയുക, അമ്മ അവിടെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു നാണവുമില്ല ഇല്ലായ്മ വിളിച്ചു പറയാൻ. ആരുടെ അടുത്തും ഇത് തന്നെ അങ്ങ് വിസ്തരിച്ചോളും. അതോടുകൂടി സരസമ്മ നാവടക്കി. ഷായിച്ചേട്ടൻ എന്നും ഇവിടെയാണോ ഉച്ചയൂണ്? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഓട്ടം കുറവാ, അതാ ഇങ്ങോട്ട് പോകുന്നത്. അലീന ഉണ്ടു തീർത്ത് പ്ലേറ്റും കൈയും കഴുകി. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ വരാമേ. അലീന ശരണ്യയുടെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് തിരികെ വന്നു. അവളുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉണ്ടായിരുന്നു. അവളത് ഷാജിയെ ഏൽപ്പിച്ചു. ഷാജി ചോദിക്കുകയാണ്, എന്താ ഇത്? സബിതയ്ക്ക് എൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഓ, അന്ന് അവളുടെ ചുരിദാർ ഇട്ടുകൊണ്ട് പോയല്ലോ, അതിൻ്റെ പകരമാണോ? അയ്യോ, അത് ഞാൻ തിരിച്ചു തന്നിരുന്നല്ലോ. പകരമൊന്നും അല്ല ഷാജി ചേട്ടാ, പെൺകുട്ടികളൊക്കെ ആവുമ്പം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ വേറൊരു കാര്യം, സബിതയ്ക്ക് കല്യാണം ആലോചിക്കുമ്പം എന്നെ കൂടി അറിയിക്കണം. 5-6 പവൻ്റെ കുറവ് കൊണ്ട് ഒരാലോചനയും തള്ളിക്കളയണ്ട കേട്ടോ. പെട്ടെന്ന് ഷാജി ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്, അത്രയ്ക്ക് പണക്കാരിയൊക്കെ ആയോ? പണക്കാരിയൊന്നും ആയതുകൊണ്ടല്ല ഷാജി ചേട്ടാ, ഞാൻ ചോദിച്ചാൽ തരാൻ ആളുകളുള്ളത് കൊണ്ടാ. ഒരു കയ്യിൽ നിന്ന് വാങ്ങിച്ച് വേറൊരു കയ്യിലേക്ക് കൊടുക്കാനുള്ളതല്ലേ പണം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റും, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. തുടർന്ന് തൻ്റെ ഫോൺ നമ്പർ കൂടി കുറിച്ചു കൊടുത്തിട്ടാണ് ഷാജിയുടെ വീട്ടിൽ നിന്നും അലീന തിരികെ പോയത്. ശരണ്യ അപ്പോൾ ഊണൊരുക്കി കാത്തിരിക്കുകയായിരുന്നു. ഷാജി ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ഒരു പിടി ചോറുണ്ട്, എന്നാലും സ്ഥലം ബാക്കിയുണ്ട്, വിളമ്പിക്കൂ. ഇത് പറഞ്ഞിട്ടാണ് അലീന അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ശരണ്യയുടെ സഹോദരന്മാർ രണ്ടുപേരും പുറത്തു പോയിരിക്കുകയാണ്. ഒരാളിപ്പോൾ ഡ്രൈവറാണ്, മറ്റേയാൾ പ്ലംബിങ്ങിൻ്റെ ജോലിക്ക് പോയി തുടങ്ങി. വക്കീൽ ഗുമസ്തനായ പ്രഭാകരന് അന്ന് ഒഴിവു ദിവസമായതുകൊണ്ട് അയാളും അവർക്കൊപ്പം ഊണ് കഴിക്കാനുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞ് 4 മണി വരെ അലീന ശരണ്യക്കൊപ്പം സംസാരിച്ചിരുന്നു. മടങ്ങുവാൻ നേരം അവളോട് പറയുകയാണ്, നീ ഇപ്പം ഒരു ചുണക്കുട്ടിയായിട്ടുണ്ട്, ഇങ്ങനെ അങ്ങ് പോയാൽ മതി കേട്ടോ. ഒരു ലക്ഷ്യമുണ്ടല്ലോ നിന്റെ മുമ്പിൽ, നിനക്കവിടെ എത്താൻ സാധിക്കും. എന്ത് സഹായം വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ രോഹിത്തിനെ വിളിച്ചു പറയണം. ശരണ്യ വീണ്ടും ചോദിക്കുകയാണ്, ചേച്ചി കുളത്തുപുഴയ്ക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇങ്ങോട്ട് വരുമോ? അറിയില്ല മോളെ, ചിലപ്പോൾ പപ്പ കാറുമായിട്ട് വന്നാൽ പെട്ടെന്ന് പോകേണ്ടി വരും. എന്നാലും ഇനിയും ഞാൻ വരും. നിനക്ക് തരാൻ ഞാനൊരു മൊബൈൽ ഫോൺ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അലീന ഷോപ്പിംഗ് ബാഗിൽ നിന്നും ഒരു ഹാൻഡ്സെറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ക്യാമറയും ബ്ലൂടൂത്തും ഒന്നും ഇല്ല കേട്ടോ, ഫോണായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമുക്ക് വേണമെങ്കിലേ ചൂലിൻ്റെ അറ്റത്തും പാട്ട് പാടുന്ന യന്ത്രം ഘടിപ്പിക്കാം. രാവിലെ മുറ്റമടിക്കുമ്പോൾ പാട്ട് കേൾക്കാം, മുറി അടിച്ചു വാരുമ്പോഴും പാട്ട് കേൾക്കാം. പക്ഷേ ഏകാഗ്രതയില്ലാതെ ചെയ്യുന്ന ഒരു ജോലിയും തൃപ്തി ഉണ്ടാക്കില്ല കേട്ടോ. ശേഷം അലീന ഒരു ഷോപ്പിംഗ് ബാഗ് കൂടി അവളെ ഏൽപ്പിച്ചു. നിനക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് കട്ട് പീസുകളാ, നിന്റെ അളവിന് ഒപ്പിച്ച് നീ തയ്ച്ചെടുത്തോണം. ഒടുവിൽ അലീന തൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പണവും എടുത്ത് അവൾക്ക് കൊടുത്തു. പെട്ടെന്ന് ശരണ്യ നിറകണ്ണുകളോടുകൂടി പറയുകയാണ്, ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി. ഇരിക്കട്ടെ, നിനക്ക് ആവശ്യം വരും. ഞാൻ ഈ കടങ്ങളൊക്കെ എങ്ങനെ തീർക്കും ചേച്ചി? ശരണ്യയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുവാൻ തുടങ്ങി. നീയേ പഠിച്ചു വലുതായി ഒരു ഡോക്ടറായി പുറത്തു വരുമ്പോൾ ഞാൻ കഴക്കൂട്ടത്ത് സ്നേഹനികേതനം എന്നൊരു ഓർഫനേജ് നടത്തുന്നുണ്ടായിരിക്കും, അനാഥരുടെ അഭയകേന്ദ്രം. വല്ലപ്പോഴും അവിടെയൊക്കെ വന്ന് അവിടുത്തെ പാവങ്ങളെ പരിശോധിച്ച് മരുന്നൊക്കെ കുറിച്ച് തരണം. അത്രയും മാത്രം മതി കേട്ടോ. അലീന സ്നേഹവായ്പോടെ അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറയുകയാണ്. അത് കേട്ടുകൊണ്ട് തലയാട്ടുമ്പോൾ ശരണ്യയുടെ മിഴികളിൽ നിന്നും നീർത്തുള്ളികൾ ധാരധാരയായി പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി.
തുടർന്ന് കാണുന്നത് തന്റെ ജ്വല്ലറിയിലെ ക്യാബിനിലിരിക്കുന്ന ബാലചന്ദ്ര മേനോനെയാണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ടി വിയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കെ പരിചിതമായ ഒരു മുഖം കണ്ട് ബാലചന്ദ്ര മേനോൻ റിവോൾവിംഗ് ചെയർ അല്പം നിരക്കി ചില്ലുവാതിൽ കൂടി നോക്കി. ശിവശങ്കര മേനോൻ ക്യാബിന് നേർക്ക് നടന്നു വരുന്നത് അയാൾ കണ്ടു. അല്പനിമിഷത്തിനകം അയാൾ ചില്ലുവാതിൽ വന്ന് തട്ടി. അകത്തേക്ക് വരുവാൻ ബാലചന്ദ്ര മേനോൻ കൈ കാണിച്ചു. ശിവശങ്കര മേനോൻ അകത്തേക്ക് കയറി. ബാലചന്ദ്രൻ കസേരയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഇരിക്കുവാൻ ആംഗ്യം കാണിച്ചു. അയാൾ കസേരയിലിരുന്നു. അയാളുടെ മുഖത്തെ ഗൗരവം കണ്ടപ്പോഴേ ബാലചന്ദ്ര മേനോന് മനസ്സിലായി സൗമ്യ സംഭാഷണമൊന്നുമല്ല നടക്കാൻ പോകുന്നതെന്ന്. അയാൾ ബാലചന്ദ്ര മേനോന്റെ മുഖത്തേക്ക് തന്നെ നിമിഷങ്ങളോളം നോക്കിയിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ബാലേന്ദ്ര, നീ എന്തു ഭാവിച്ചുള്ള നീക്കമാണ് ഈ നടത്തുന്നത്? എന്താ ശിവേട്ടാ, എന്തുപറ്റി? ഒന്നും പറ്റിയില്ലേ? പിന്നെന്തിനാണ് ജയന്തി വീണ്ടും കൊല്ലപ്പള്ളിയിലേക്ക് തിരികെ വന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം ബാലേന്ദ്ര. നിനക്ക് 3 മക്കളുണ്ട്. അവർക്കൊരു ഭാവിയുണ്ട്. അതിന് എന്തെങ്കിലും ഒരു വില നീ കൽപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ നെറികെട്ട പണി വീണ്ടും നീ കാണിക്കില്ലായിരുന്നു. നെറികെട്ട പണിയോ? അതെന്താണ്? ബാലേന്ദ്ര, ഒരിക്കൽ നിന്റെ കുടുംബം കലക്കിയവളാണ് അലീന. ഒരു വിധത്തിലാണ് അവളെ അവിടെ നിന്ന് ഒഴിവാക്കിയത്. നീ പിന്നെയും അവളെ എന്തിനാണ് കടപ്പാട്ടൂരേക്ക് വിളിച്ചു വരുത്തിയത്? അതുകൊണ്ടല്ലേ ജയന്തിക്ക് വീണ്ടും അവിടുന്ന് പടിയിറങ്ങേണ്ടി വന്നത്? ശിവേട്ടാ, അലീനയെ ഞാനോ എൻ്റെ മക്കളോ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. അവൾ സ്വമേധയാ അവിടെ നിന്ന് പോയതാണ്. അവൾ പോകല്ലേ എന്നായിരുന്നു എൻ്റെയും മക്കളുടെയും ആഗ്രഹം. പക്ഷെ അവൾ പോയി. ഇപ്പോൾ അവൾ തിരിച്ചു വന്നതും ഞാൻ വിളിച്ചിട്ടല്ല, സ്വമേധയാ തന്നെ വന്നതാണ്. അതും ബബിതയെ ശുശ്രൂഷിക്കുവാൻ. അലീനെ അവൾക്കൊപ്പമുള്ളത് നല്ലതാണെന്ന് ഡോക്ടറും പറഞ്ഞു. പെട്ടെന്ന് ശിവശങ്കര മേനോന്റെ ഒച്ച അങ്ങ് കടുത്തു. അയാൾ പറയുകയാണ്, ബാലേന്ദ്ര, മനുഷ്യനെ വിഡ്ഢികളാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ ശാന്തമായി പറയുകയാണ്, ശിവേട്ടാ, മനുഷ്യനെ വിഡ്ഢിയാക്കിയത് ഞാനല്ല, നിങ്ങളാണ്. 22 വർഷക്കാലം നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കി. ഓ, അത് ശരി. അതിന്റെ പ്രതികാരമാണോ നീ ഇപ്പോഴീ കാണിക്കുന്നത്? അതെ ബാലേന്ദ്ര, ജയന്തിയെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ച് ഞങ്ങളാരും നിന്റെ പിറകിന് നടന്നിട്ടില്ല. നീയാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അത് നടത്തി തരണമെന്നും. അത് നിന്റെ നിർബന്ധമായിരുന്നു. ഞാൻ കല്യാണം ആലോചിച്ചതേ കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോന്റെ മകളെയാണ്. അല്ലാതെ ഏതോ ഒരുത്തന്റെ കൂടെ നടന്ന് കുറെ കാലം വ്യഭിചരിക്കുകയും ആ വകയിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത അഭിസാരികയെ അല്ല എന്ന് കുഞ്ഞിരാമൻ മേനോന്റെ മകൻ ശിവശങ്കര മേനോൻ മനസ്സിലാക്കണം. ബാലചന്ദ്ര മേനോന്റെ സ്വരത്തിന് മൂർച്ചയേറി. അകം മുഴുവനും ചീഞ്ഞു നാറിയ ആ ശവം എന്തു ചെയ്യുമെന്നറിയാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്ന് ഞാനന്ന് അറിഞ്ഞില്ല. തറവാട്ടിൽ ജനിച്ചു വളർന്ന അഭിമാനത്തോടെ ജീവിക്കുന്ന പെണ്ണാണല്ലോ എന്ന് സങ്കല്പിച്ച് ഞാൻ വന്ന് കൈനീട്ടിയപ്പോൾ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ആർക്കും വേണ്ടാത്ത ആ ചരക്കെടുത്ത് നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെക്കുമെന്നും ഞാൻ കരുതിയില്ല. എന്നിട്ട് 22 വർഷക്കാലം അത് മറച്ചുവെച്ച് എന്നെ ചീറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജയന്തി പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ബാലേന്ദ്ര? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ എല്ലാം നിന്നോട് തുറന്നു പറയണമായിരുന്നോ? അവൾ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെന്നും പ്രസവിച്ചിട്ടുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് തൃപ്തിയാകുമായിരുന്നോ? അങ്ങനെ ചെയ്യാനുള്ള ആത്മധൈര്യമൊന്നും ഈ ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാൻ ശിവേട്ട. ഞാൻ ഇത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. ജയന്തി കേടുപറ്റാത്തവളായിരുന്നുവെങ്കിൽ നിങ്ങൾ അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരുമായിരുന്നോ? അവൾ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമായിരുന്നോ? ശിവശങ്കര മേനോന് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല. ഒരുപാട് തല പുകയ്ക്കേണ്ട ശിവേട്ട. ഇല്ല, ഇല്ലെന്ന് 1000 തവണ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സമീപനത്തിൽ നിന്ന് മാത്രമല്ല, ജയന്തിയുടെ സംഭാഷണത്തിൽ നിന്നും. കൊല്ലപ്പള്ളിക്കാരുടെ ചെരുപ്പിന്റെ വള്ളി കെട്ടുവാൻ പോലും യോഗ്യതയില്ലാത്തവരായിരുന്നു നെടുമ്പുരയ്ക്കൽക്കാരെന്ന് ജയന്തി 100 വട്ടം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോന്റെ കാല് കഴുകിയ വെള്ളം പോലും കുടിക്കുവാൻ യോഗ്യതയില്ലാത്ത തേവടിശിയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഇത് പറയുന്നത് എന്നോർക്കണം. പക്ഷെ അന്നൊന്നും ഞാനത് അറിഞ്ഞിരുന്നില്ല. ബാലചന്ദ്ര മേനോന്റെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകുകയാണ്. അയാൾ മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് കയ്യിലെടുത്ത് ഞെരുക്കുവാൻ തുടങ്ങി. അപ്പോൾ ശിവശങ്കര മേനോൻ ചോദിക്കുകയാണ്, തെറ്റുപറ്റാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരാ ബാലേന്ദ്ര ഉള്ളത്? തെറ്റുപറ്റും ശിവേട്ട. ചിലരത് മറച്ചു വെക്കുകയും ചെയ്യും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ചെയ്ത തെറ്റിന്റെ മീതെ കയറി ഞെളിഞ്ഞിരുന്നുകൊണ്ട് താഴെ നിൽക്കുന്ന നിരപരാധിയുടെ തലയിൽ ചവിട്ടുകയും മുഖത്ത് തുപ്പുകയും ചെയ്യുന്നത് മനസ്സിലാക്കാവുന്നിടത്തോളം എൻ്റെ ബുദ്ധി വികസിച്ചിട്ടൊന്നുമില്ല. ബാലചന്ദ്ര മേനോൻ കയ്യിലിരുന്ന പേപ്പർ വെയിറ്റ് ടേബിളിന് മീതെ വെച്ചു. ശിവശങ്കര മേനോൻ അല്പസമയം മൗനമായിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു ബാലേന്ദ്ര? കല്യാണം ആലോചിച്ചു വന്ന നിന്നോട് ഞങ്ങൾ വിളിച്ചു പറയണമായിരുന്നോ ഞങ്ങളുടെ പെങ്ങൾക്കൊരു തെറ്റുപറ്റിയിട്ടുണ്ടെന്ന്? പറഞ്ഞാൽ ഞാൻ അവളെ കല്യാണം കഴിക്കില്ല എന്നതായിരുന്നു നിങ്ങളുടെ ഭയം അല്ലേ? കല്യാണം കഴിക്കാതിരിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൂടി നീ അത് അറിയിക്കുമോ എന്നുള്ള ആശങ്കയും ഞങ്ങൾക്കന്നുണ്ടായിരുന്നു. ശരി, വേണ്ട, പറയണ്ട. ബാലേന്ദ്ര, നിന്നെ എൻ്റെ പെങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല എന്നു മാത്രവുമല്ല, വെറുപ്പാണ്. കൂടാതെ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടുകാരുടെ ആശ്രിതനായിരുന്ന ഒരുത്തൻ്റെ മകന് ഞങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കുറച്ചിലുണ്ട്. നീ പോയി നിന്റെ പണി നോക്ക് ബാലേന്ദ്ര എന്ന് നിങ്ങൾ പറഞ്ഞു ഒഴിവാക്കാമായിരുന്നല്ലോ അന്ന്.
എന്തുകൊണ്ട് നിങ്ങൾ അത്രയെങ്കിലും ചെയ്തില്ല? ശിവശങ്കര മേനോന് ഉത്തരമൊന്നും കിട്ടിയില്ല. ഈ വിഴുപ്പ് അവന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു. കുഴപ്പമില്ല ശിവേട്ടാ, എന്തായാലും ഞാൻ ഇത്രയും നാളും ചുമന്നില്ലേ, ഇനി ഞാനിതൊന്ന് അലക്കി വെളുപ്പിച്ചോട്ടെ. ബാലേന്ദ്ര, 22 കൊല്ലം മുമ്പ് നടന്ന ഈ സംഭവങ്ങളൊക്കെ ഇനി നിനക്ക് തിരുത്താൻ പറ്റുമോ? തിരുത്താൻ പറ്റില്ല, പക്ഷേ നിങ്ങളുടെയൊക്കെ തൊലിയുരിക്കുവാൻ പറ്റും. അത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ വെറും നപുംസകമായി പോവില്ലേ ശിവേട്ടാ? നിങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമ മേനോനും കൂടി ജീവിച്ചിരിക്കേണ്ടതായിരുന്നു ഇതെല്ലാം കാണാനും കേൾക്കാനും. ബാലേന്ദ്ര, ഞാൻ പറയുന്നത് നീ സമാധാനമായിട്ടൊന്ന് കേൾക്ക്. ജയന്തി കോടതിയിൽ പോയാൽ അവൾക്ക് ഡിവോഴ്സ് കിട്ടും. അതിനാവശ്യമായ ഗ്രൗണ്ട്സ് ഉണ്ട്. അലീനയും നീയും തമ്മിലുള്ള രഹസ്യ ബന്ധം. അലീന ആരാണെന്ന് ജഡ്ജി ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ കോടതിയിൽ നിന്നുകൊണ്ട് നീ വിയർക്കും ബാലേന്ദ്ര. ഞാനല്ല, ശിവശങ്കര മേനോന്റെ ഉടപ്പിറന്നോൾ വൈജയന്തി വിയർക്കും കോടതി മുറിയിൽ വെച്ച്. അവിടെ വെച്ച് ഞാനൊരു കഥ പറഞ്ഞു കേൾപ്പിക്കും. വരട്ടെ, കോടതിയിൽ നമുക്ക് കാണാം. ബാലചന്ദ്രൻ അത് പറയുമ്പോൾ അയാളുടെ മുഖത്തൊരു ഉന്മാദം പൂണ്ടു വിളയാടുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ശിവശങ്കര മേനോൻ പറയുകയാണ്, ബാലേന്ദ്ര, നീ കോടതിയിൽ പറയുന്ന കഥയൊന്നും ആരും വിശ്വസിക്കില്ല. നിനക്കത് തെളിയിക്കാനും പറ്റില്ല. 22 വർഷം മുമ്പ് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ജയന്തി നിഷേധിച്ചു പറഞ്ഞാൽ നീ തോറ്റു തൊപ്പിയിടും. കാണാം ശിവേട്ട, നമുക്ക് കോടതിയിൽ വെച്ച് തന്നെ കാണാം. കോടതിയിൽ പോട്ടെ. പക്ഷെ കോടതിക്കിപ്പുറത്ത് നിനക്കൊരു കുടുംബമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. കോടതി വിധി കഴിഞ്ഞും നിന്റെ കുടുംബാംഗങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടതാണെന്ന് നീ ഓർക്കണം. നിന്റെ ജീവിതം, നിന്റെ മക്കളുടെ ജീവിതം, അവർക്കുണ്ടാകുന്ന അപമാനവും വേദനയും, സമൂഹത്തിന്റെ മുൻപിൽ നിന്റെ നിലയ്ക്കും വിലയ്ക്കും ഉണ്ടാകുന്ന ഇടിച്ചിൽ, കോടതിയിൽ മലർന്നു കിടന്ന് തുപ്പിയിട്ട് നീ ഇറങ്ങി വരുമ്പോൾ ആളുകൾ നിന്നെ അറപ്പോടും വെറുപ്പോടും മാത്രമേ നോക്കത്തുള്ളൂ ബാലേന്ദ്ര. ശിവേട്ട, ഇതൊന്നും എന്നോടല്ല പറയേണ്ടത്. ഞാനല്ലല്ലോ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. പെങ്ങളില്ലേ വീട്ടിൽ? ശിവേട്ടൻ അവളോട് പോയി പറഞ്ഞാൽ മതി. ശിവശങ്കര മേനോൻ എഴുന്നേറ്റു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കൂ ബാലേന്ദ്ര. ഇപ്പോഴാണെങ്കിൽ അലീനയെ പറഞ്ഞയച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. വേണ്ട ശിവേട്ട, കോടതിയിൽ വെച്ച് നമുക്ക് തീർക്കാം. അതാവുമ്പോൾ രേഖയുണ്ടാവുമല്ലോ. നീ അങ്ങനെ ഓലപ്പാമ്പൊന്നും കാട്ടി പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ജയന്തിക്കൊരു തെറ്റു പറ്റിയത് നീ അറിഞ്ഞു എന്നുള്ളതാണല്ലോ നീ അവൾക്കെതിരെ കോടതിയിൽ വെച്ച് പൊട്ടിക്കാൻ കരുതി വെച്ചിരിക്കുന്ന ബോംബ്. നീ അത് അറിഞ്ഞു എന്നുള്ള വിവരം ഞാൻ ഇന്ന് തന്നെ അവളെ അറിയിച്ചേക്കാം. പിന്നെ നിന്റെ ബോംബ് നനഞ്ഞ പടക്കമായി പോകും. അതെ ബാലേന്ദ്ര, വെറും ഓലപ്പടക്കം. ശിവേട്ടൻ ചെന്ന് അവളോട് കഥ പറയുമ്പോൾ കഥ മുഴുവനും പറയണേ. നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ വെച്ച് ജയന്തി പ്രസവിച്ച കുട്ടി മരിച്ചുപോയെന്ന് അവളോട് പറഞ്ഞത് കള്ളമാണെന്നും ആ കുഞ്ഞിനെ ഏതോ അനാഥാലയത്തിൽ വലിച്ചെറിഞ്ഞെന്നും ഡീറ്റെയിൽസ് ഒന്നും വിട്ടുകളയരുത്. ഇല്ലെങ്കിൽ കോടതിയിൽ ഇതെല്ലാം എനിക്ക് വെളിപ്പെടുത്തേണ്ടി വരും. ശിവശങ്കര മേനോൻ നിരായുധനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ബാലേന്ദ്രൻ പറയുകയാണ്, ഇതെല്ലാം ജയന്തിയോട് പറഞ്ഞു കഴിഞ്ഞാലും ശിവേട്ട, എൻ്റെ കയ്യിൽ ഒരു ബോംബ് ബാക്കിയുണ്ട്. അത് ഞാൻ കോടതി മുറിയിൽ വെച്ച് പൊട്ടിക്കും. എന്തായാലും തൽക്കാലം ശിവേട്ടൻ ചെല്ല്. മറുപടിയായി പിന്നീട് ഒരു വാക്കുപോലും ഉരിയാടാതെ ശിവശങ്കര മേനോൻ ആ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി. തുടർന്ന് കാണുന്നത് ഒരു വക്കീൽ ഓഫീസാണ്. വൈജയന്തി ഒരു വക്കീലിന്റെ മുൻപിലിരിക്കുന്നു. വൈജയന്തി സംസാരിക്കുമ്പോൾ അഡ്വക്കേറ്റ് CR സുജാത പെൻസിൽ കൊണ്ട് ഒരു ഡയറി താളിൽ നോട്ട് കുറിക്കുന്നുണ്ടായിരുന്നു. അവർ മൂളി പ്രോത്സാഹിപ്പിക്കുകയും ഇടയ്ക്ക് സംശയ നിവർത്തിക്കായി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. എല്ലാം കേട്ടുകഴിഞ്ഞ് അഡ്വക്കേറ്റ് സുജാത പറയുകയാണ്, ഞാനിതൊന്ന് പഠിക്കട്ടെ. അഡ്രസ്സും ഫോൺ നമ്പറും തരണം, ഇടയ്ക്ക് ഞാൻ വിളിക്കാം. വൈജയന്തി വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് വിവാഹമോചനം കിട്ടാനുള്ള കാരണങ്ങളെല്ലാം വേണ്ടുവോളം ഇല്ലേ? ഓഫ് കോഴ്സ്. മാഡം സംശയിക്കുന്ന മാഡത്തിന് ഇഷ്ടമല്ലാത്ത ഒരു വേലക്കാരി പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം മതി. മാഡം എതിർത്തിട്ടും മാഡത്തിന്റെ ഹസ്ബൻഡ് അവളെ വിട്ടുകളയുവാൻ തയ്യാറല്ല. ബ്രീച്ച് ഓഫ് ഫെയ്ത്ത്, അതുമാത്രം മതിയായ ഒരു കാരണമാണ്. അതിനു പുറമെയാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയോട് കാട്ടേണ്ട കടമ നിർവഹിക്കാതിരിക്കൽ. നിങ്ങൾ 1 വർഷത്തോളമായി ശാരീരികമായും മാനസികമായും അകന്നു കഴിയുകയാണ്. അതും മാഡത്തിൻ്റെതായ കുറ്റം കൊണ്ടല്ലാതെ. അതായത് ഭാര്യയോട് ഡെലിബറേറ്റായി കാണിക്കുന്ന അവഗണനയും അവഹേളനവും. തീർച്ചയായിട്ടും ഡിവോഴ്സ് കിട്ടാൻ വേണ്ടത്ര ഗ്രൗണ്ട്സ് ഈ കേസിലുണ്ട്. അപ്പോൾ വൈജയന്തി പറയുകയാണ്, ഈ ജോലിക്കാരിയായിട്ട് വന്ന പെണ്ണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മകളാണ് എന്നൊരു വാദം ഇടയ്ക്ക് കൊണ്ടുവന്നിരുന്നു. അത്തരത്തിലൊരു വാദം വീണ്ടും കോടതിയിൽ ഉന്നയിച്ചാൽ, അങ്ങനെ വിവാഹപൂർവ്വ ബന്ധത്തിലൊരു മകളുണ്ടെങ്കിൽ അതും ഡിവോഴ്സ് കിട്ടാൻ വേണ്ടത്ര കാരണമല്ലേ? അതെ മാഡം, അതൊരു കീ പോയിന്റാണ്. പക്ഷേ അവൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മകളല്ലെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണെന്ന്. കാരണം അവൾ തൻ്റെ മകളാണെന്ന് എതിർകക്ഷി വാദിക്കുമ്പോൾ അതിനുള്ള എവിഡൻസ് അയാൾ കൊണ്ടുവരണം. ഒരു DNA ടെസ്റ്റിന് കോടതി നിർദ്ദേശിച്ചാൽ ആ വാദം പൊളിയും. നിലവിലുള്ളത് വലിയൊരു നുണയിന്മേൽ കെട്ടിപ്പൊക്കിയ മിസ് അലയൻസ് ആണെന്ന് വ്യക്തമാകും. അപ്പോൾ പിന്നെ സംഗതി കൂടുതൽ എളുപ്പമാകും. അഡ്വക്കേറ്റ് CR സുജാതയുടെ വിശദീകരണം കേട്ടപ്പോൾ വൈജയന്തിക്ക് തൃപ്തിയായി. വീണ്ടും അഡ്വക്കേറ്റ് ഒരു ചെറിയ സംശയത്തോടു കൂടി ചോദിക്കുകയാണ്, ബന്ധം വേർപെടുത്തുക എന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി തന്നെയാണല്ലോ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ?
അല്ലാതെ ഭീഷണിപ്പെടുത്തുക, വെല്ലുവിളിക്കുക, വിലപേശുക തുടങ്ങിയ താൽക്കാലിക പരിപാടികളൊന്നും മനസ്സിലില്ലല്ലോ. അങ്ങനെയും ചിലർ വരാറുണ്ട്. തുടർന്ന് ഡിവോഴ്സ് ആവശ്യപ്പെട്ട് നോട്ടീസ് അയപ്പിക്കുന്നതോടെ ആ കേസ് അങ്ങ് കഴിയും. അപ്പോൾ വൈജയന്തി പറയുക, ഏയ് ഇതങ്ങനെയൊന്നുമല്ല, നിങ്ങൾ തമ്മിൽ വേർപിരിയണമെന്ന് ശാഠ്യം പിടിക്കുകയൊന്നുമല്ല ഞാൻ. കഴിയുമെങ്കിൽ പിരിയാതിരിക്കുക. കേസ് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. കോടതിയുടെ നിരുത്സാഹപ്പെടുത്തലും ഒന്നിച്ചിരുന്നുള്ള ചർച്ചയും കൗൺസിലിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വൈജയന്തി, ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. തുടർന്ന് വൈജയന്തി ബാലചന്ദ്ര മേനോന്റെ അഡ്രസ്സും മറ്റു വിവരങ്ങളും വക്കീലിന് നൽകി. അവർ പിന്നെയും പറയുകയാണ്, ആദ്യം നമുക്ക് നോട്ടീസ് അയക്കാം. എതിർകക്ഷിക്കും ഡിവോഴ്സ് ആണ് താല്പര്യമെങ്കിൽ ഒരു ജോയിന്റ് ഡിവോഴ്സ് സ്യൂട്ട് ഫയൽ ചെയ്താൽ വേഗം കാര്യങ്ങൾ നടന്നു കിട്ടും. വാദപ്രതിവാദങ്ങളുടെ ആവശ്യമൊന്നും പിന്നെ ഉണ്ടാവില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് അനുകൂലിക്കുമോ അതോ എതിർക്കുമോ? അപ്പോൾ വൈജയന്തി, അറിയില്ല. ഇനിയിപ്പോൾ അനുകൂലിച്ചാലും എതിർത്താലും അതെല്ലാം എനിക്ക് ഒരുപോലെ തന്നെയുള്ളൂ. ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തതിനു ശേഷം വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്ക് മടങ്ങി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.